മൂപ്പിലല്ലോ സംഭവം ചെയർമാൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ MD ആയിരിക്കാം, ഒക്കെ ആയിരിക്കാം, സംഭവം ശരി തന്നെ ആയിരിക്കാം. ആളവിടെ കാണൂലല്ലോ. അദ്ദേഹത്തെ വിശ്വസിച്ചായിരിക്കും നമ്മൾ അവിടെ പോകുന്നത്. എന്ന് പറഞ്ഞല്ലേ, മൊബൈൽ കടക്കാരനെ വിശ്വസിച്ച് നമ്മൾ പോകും. പക്ഷെ മൊബൈൽ കടക്കാരൻ അവിടെ ഇല്ല, ജോലിക്കാരാണ്. അവർക്ക് നിന്റെ ചാരിത്രം എന്തെന്ന് അറിയില്ല. അവർ നിന്റെ രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കാൻ അവരത് കാരണമായി തീർന്നേക്കാം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, മൊബൈൽ കൊണ്ട് നമുക്ക് ധാരാളം ഗുണങ്ങളുമുണ്ട്, ധാരാളം ദോഷങ്ങളുമുണ്ട്. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളുടെ കൈകളിൽ നമ്മുടെ മൊബൈൽ നമ്മൾ ഒഴിവാക്കണം. ഞാൻ ഈ അടുത്ത സമയത്ത്, കഴിഞ്ഞ ദിവസം ഞാനിവിടെ കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ നെല്ലിക്കുന്ന് പ്രഭാഷണത്തിന് ഞാൻ വന്നു. ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ എന്റെ വാഹനത്തിൽ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ. അദ്ദേഹം ഈ കൗൺസിൽ ചെയ്യുന്ന ആളാണ്. കുറെ അനുഭവങ്ങൾ അദ്ദേഹവും ഞാനുമായിട്ട് ഇങ്ങനെ പങ്കിട്ടു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അന്ന് സംഭവിച്ച ഓരോരോ സംഭവ വികാസങ്ങൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, എന്നെ ഞെട്ടിപ്പിച്ചതും എന്നെ അത്ഭുതപ്പെടുത്തിയതുമായ ഒരു വാക്ക്, ദുബായിൽ അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഒരു കൗൺസിലിംഗിന്റെ പരിപാടിക്ക് പോയപ്പോൾ 3 വയസ്സായ ഒരു കുട്ടി സെക്സിന് അഡിക്റ്റ് ആയിപ്പോയി. 3 വയസ്സ്. നമ്മൾ വിശ്വസിക്കോ? കേരളക്കാരിയാണ്, ജില്ല ഒന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം എന്നോടെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മുസ്ലിം കുടുംബത്തിൽപ്പെട്ടവർ. 3 വയസ്സായ കുട്ടി, ആ കുട്ടിയുടെ കയ്യിൽ ഉമ്മയും ഉപ്പയും മൊബൈൽ കൊടുത്തു കളിക്കാൻ. നമ്മുടെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കും, ഗെയിം കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ കൊടുക്കും. ഇന്നത്തെ കൊച്ചു കുട്ടിയുടെ കയ്യിൽ നിങ്ങൾ മൊബൈൽ കൊടുത്തു നോക്ക്, കറക്റ്റ് ആയിട്ട് അത് എടുക്കും, അതിന്റെ മെസ്സേജുകൾ എടുക്കും, നമ്മളെ കോൾ ചെയ്യും. നമ്മുടെ കുട്ടികൾ 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളാണ്. മൊബൈൽ കൊടുത്തു നോക്ക്, ഉപ്പാന്റെ മെസ്സേജുകൾ എടുക്കുന്നത് കുട്ടികളാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ആ കുട്ടി 3 വയസ്സായ കുട്ടി 6 മാസമായിട്ട് ഈ മൊബൈലിലൂടെ ഈ സെക്സ് കാണുകയാണ്. അറിയുന്നില്ലല്ലോ കുഞ്ഞിന്. അത് കണ്ടപ്പോൾ ഒരു ആസ്വാദനം, അങ്ങനെ സ്ഥിരമായിട്ട് അത് കാണാൻ തുടങ്ങി. മാനസികമായ പ്രശ്നങ്ങളായി ആ പിതാവ് ആത്മഹത്യയുടെ വക്കിലേക്ക് വരെ എത്തി. കാരണം ആ പിതാവോ മാതാവോ ഇതൊന്നും കാണാറില്ല. പക്ഷെ ഈ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നിങ്ങൾ EP അബൂബക്കർ കാസിമി എന്ന് പറഞ്ഞൊരു അതിലൊരു നമ്മുടെ പേരടിക്കുന്ന സമയത്ത് ഒരു വാല് കേൾക്കാൻ വേണ്ടിയിട്ട് പേരടിച്ചാൽ തൊട്ടുമോൾ EP അബൂബക്കർ കാസിമി കാണും, തൊട്ട് താഴെ ചിലപ്പോ ഷക്കീലായും കാണും, ചിലപ്പോ സെക്സികളും കാണും, ഭാവനയും കാണും, കാവ്യ മാധവനും കാണും. അപ്പൊ ആളുകൾ പറയുന്നത് എന്താ? EP ഉസ്താദ് കാവ്യ മാധവൻ ഒരുമിച്ചിരുന്നു, EP ഉസ്താദ് മീര ജാസ്മിൻ ഒരുമിച്ചിരുന്നു, EP ഉസ്താദ് ഷക്കീലായി ഇതാ ചേർന്ന് നിൽക്കുന്നു. അങ്ങനല്ലേ പറയുള്ളൂ. എതിരാളികൾ നോക്കിയിരിക്കുകയാണ്, കൊള്ളാം, ഇത് മതി നമുക്ക്, ഇനി അടുത്ത മെസ്സേജ്, നമുക്കെതിരെ അടുത്ത പരിപാടിയായി. അങ്ങനെയല്ല ഇന്ന് മീഡിയകളിൽ കാണുന്നത്. ഒരാളെ നിന്ദിക്കലാണ്, ഒരാളെ നാണം കെടുത്തലാണ്, ഒരാളുടെ ഇസ്സത്തിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മുടെ മുസ്ലിമീങ്ങൾ അടക്കമുള്ള സഹോദരങ്ങൾ മീഡിയകൾ ഉപയോഗിക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലൂടെ ആയത്തിറക്കിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. ആരാണോ സത്യവിശ്വാസികൾക്കിടയിൽ അനാവശ്യങ്ങളും അശ്ലീലങ്ങളും അധർമ്മങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരെ അനാവശ്യതകളിലേക്ക്, അവരെ കൃത്രിമമായി അവരെ വരച്ചുകൊണ്ട് അവർക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തുന്നത്, യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ, ഫവാഹിഷുകൾ, അശ്ലീലങ്ങൾ പ്രചരിപ്പിക്കലാണത്, അത് പറയലല്ല. അല്ലാഹു തആല ഇവിടെ പറഞ്ഞ വാക്കതാണ്, അൻ തശീഅൽ ഫാഹിഷ. അനാവശ്യങ്ങളും അശ്ലീലങ്ങളും ആരാണോ പ്രചരിപ്പിക്കുന്നത്, ആരാണോ ഷെയർ ചെയ്യുന്നത്, ലഹും അദാബുൻ അലീം ഫിദ്ദുനിയാ വൽ ആഖിറ. പറയൂ പ്രവാചകരെ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നാണം കെട്ട ശിക്ഷയാണ്, നിന്ദ്യമായ ശിക്ഷയാണ്. ഒരു മനുഷ്യൻ ഒരാളുടെ ന്യൂനതകൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ ദുനിയാവിൽ നിന്ന് അവൻ മരണപ്പെടുന്നതിന് മുമ്പ് ആരാണോ നിന്റെ ന്യൂനത വെളിപ്പെടുത്തിയത്, അല്ലാഹു നിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്താതെ നിന്റെ റൂഹിനെ പിടിക്കുകയേ ഇല്ല. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. നമ്മുടെ ന്യൂനത, ഒരാളുടെ ന്യൂനത സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനാണ്, അവനെക്കുറിച്ച് അനാവശ്യങ്ങളും അനർത്ഥങ്ങളും പ്രചരിപ്പിക്കാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ മരിക്കുന്നതിന് മുമ്പ് നിന്നെയും നാണം കെടുത്തിയിട്ടല്ലാതെ ഈ ഭൂലോകത്ത് നിന്ന് അല്ലാഹു തആല നിന്നെ മരിപ്പിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്.
നമുക്കൊരാളുടെ ഐബുകൾ വെളിപ്പെടുത്താൻ എന്താണ് അവകാശം? ഒരാളുടെ ന്യൂനതകൾ വെളിപ്പെടുത്താൻ മറ്റൊരാൾക്ക് എന്താണ് അവകാശം? അല്ലാഹു സത്താറുൽ ഉയൂബാണ്. ഐബുകളെ മറച്ചു വെക്കുന്നവനാണ് അല്ലാഹു. എത്ര പേരുടെ ഐബുകൾ, രഹസ്യങ്ങൾ അല്ലാഹു മറച്ചു വെക്കുന്നത്? പാതിരാത്രി എങ്ങാനും സൂര്യൻ ഉദിച്ചാൽ ഇവിടുത്തെ മാന്യന്മാരുടെ എല്ലാവരുടെ അവസ്ഥകൾ അറിയാൻ കഴിയുമായിരുന്നു, അവന്റെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത്. അതുകൊണ്ട് കുല്ലും മഈബുനില്ലല്ലാഹ്, അല്ലാഹ് അല്ലാത്തതെല്ലാം ന്യൂനതയുള്ളതാണ്. എല്ലാത്തിനും ന്യൂനതയുണ്ട്, ന്യൂനതയില്ലാത്തത് ആരുമില്ല. ഒരാളുടെ ന്യൂനതകളിലേക്ക് നോക്കരുത്, ഒരാളുടെ ഔറത്തിലേക്ക് നോക്കരുത്, ഒരാളുടെ ഐബിലേക്ക് നോക്കരുത്. ഐബില്ലാത്തവരായി ഭൂലോകത്ത് ആരും തന്നെ ഇല്ല. ഐബില്ലാത്തവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് നമ്മളുടെ ന്യൂനത നമ്മൾ മറച്ചു വെക്കണം, നമ്മൾ മറ്റൊരാളുടെ ന്യൂനത മറയ്ക്കാൻ പോകണ്ട. അതുകൊണ്ട് എന്റെ സഹോദരാ, ചെറുപ്പക്കാരാ, നിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നാൽ, നിന്റെ മൊബൈലിലേക്ക് ഒരു അശ്ലീലത വന്നാൽ, ഒന്നുകിൽ നീ അത് കാണുകയാണെങ്കിൽ തൗബ ചെയ്ത് നീ അത് ഡിലീറ്റ് ചെയ്യണേ. നിന്റെ സുഹൃത്തുക്കൾക്ക് നീ അത് കൈമാറരുതേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരാൾ ഒരു അശ്ലീലമായ ഫോട്ടോ കാണുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി, ആ പ്രചരിപ്പിച്ച വ്യക്തി ആ അശ്ലീലതയ്ക്ക് കൂട്ടുനിന്നവനെ പോലെയത്രേ. ഒരു വ്യഭിചാരത്തിന്റെ ഫോട്ടോ നമ്മുടെ മൊബൈലിലേക്ക് വന്നു, നമ്മളത് മറ്റൊരാൾക്ക് മെസ്സേജ് ചെയ്തു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീയും ആ ദുഷിച്ച കൃത്യത്തിന് നേതൃത്വം കൊടുത്തവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ നീ വ്യഭിചരിച്ചവനെ പോലെയാണെന്ന് അർത്ഥം. അല്ലാഹു എത്ര വലിയ കടുപ്പമേറിയ വാക്കുകളാണ്. ഈ ആയത്തിന്റെ തഹത്തിൽ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. ഒരാളൊരു മോശമായ മെസ്സേജ്, ഒരു ഫോൺ കോൾ, ഇന്നത്തെ പെണ്ണുങ്ങന്മാർ വിളിക്കുന്ന ഫോൺ കോളൊക്കെ നെറ്റ് അടിച്ചു വെക്കാൻ മതി. എല്ലാം അടിച്ച് നെറ്റ് അടിക്കുമ്പോൾ തന്നെ എല്ലാം അറിയാലോ, ആണിന് പെണ്ണും തമ്മിലുള്ള സംസാരം. ഇതൊക്കെ നമ്മുടെ കാമുകന്മാരൊക്കെ കാമുകിമാരെ വഞ്ചിച്ചിട്ട് രഹസ്യമായിട്ട് അത് റെക്കോർഡ് ചെയ്ത് നെറ്റിലിട്ട് കൊടുക്കുകയാണ്. കാമുകന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ വരുമ്പം അവളുടെയും ഇവന്റെയും കൂടെ എടുത്ത് നെറ്റിലിട്ട് കൊടുക്കും. അപ്പൊ ആരെങ്കിലും ഒക്കെ അത് കോപ്പി എടുത്തു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് സംസാരിക്കുന്ന സംഭാഷണങ്ങൾ മുഴുവനുമാണ്. അത് നമ്മൾ കേട്ടാൽ, അത് മറ്റൊരാൾക്ക് നമ്മൾ പ്രചരിപ്പിച്ചാൽ, ആ ദുഷിച്ച സംസാരത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തവരെ പോലെയാകുമെന്ന് ഔകമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്, അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. ഒരു ദുഷിച്ച വാക്ക് നമ്മൾ കേട്ട് അത് മറ്റൊരാൾക്ക് നമ്മളത് കൈമാറി ഫോർവേഡ് ചെയ്തു, ഷെയർ ചെയ്തു, നമ്മൾ ലൈക്ക് അടിച്ചുവെങ്കിൽ നീയും അത് സംസാരിച്ചവനെ പോലെയാണ്. മനസ്സിലാക്കണം. വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താ വിചാരിച്ചങ്ങള്? ഇതെല്ലാം ഇതിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അനാവശ്യമായ സംസാരം, അനാവശ്യമായ നോട്ടം, അനാവശ്യമായ മെസ്സേജ്. അതുകൊണ്ട് നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകൾ നീ വായിച്ചു, കണ്ടു, ഡിലീറ്റ് ചെയ്യാം. നല്ല മെസ്സേജാണ്. ഇപ്പൊ വഅലിന്റെ മെസ്സേജ് വന്നു, ഖുർആനിന്റെ മെസ്സേജ് വന്നു, ഏതെങ്കിലും ഒരു രോഗികളെ സഹായിക്കാനുള്ള മെസ്സേജ് വന്നു, നീ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണേ. അതൊരു നന്മയാണ്. മൻ ജാഅ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹാ. നാളെ ആഖിറത്തിൽ ഒരു നന്മയുമായി ഒരു മനുഷ്യൻ കടന്നു വന്നാൽ അവന് 10 നന്മ ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബ് പരിശുദ്ധമായ ഖുർആൻ. ഒരു നന്മ ചെയ്താൽ, ഒരു രോഗിയെ സഹായിക്കാൻ വേണ്ടി നീ ഒരു ക്ലിക്ക് ചെയ്തു, ഒരു ഷെയർ ചെയ്തു, അത് നിനക്ക് കൂലിയാണ്. 10 നന്മയായിട്ട് അല്ലാഹു തആല നിനക്ക് ആഖിറത്തിൽ തരും. മറിച്ച് ഒരാളുടെ ഐബ് നിന്റെ മൊബൈലിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, അത് ഏത് ഗ്രൂപ്പുകാരനാകട്ടെ, ഏത് സഹോദരനാകട്ടെ, ഒരു മുസ്ലിമാണോ, അവന്റെ ഔറത്ത് നീ മറച്ചു വെക്കണേ, അത് നീ വെളിപ്പെടുത്തരുതേ. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അനുചരനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പാതിരാ സമയത്തുകൂടെ തന്റെ ഗ്രാമത്തിലൂടെ നടന്നു പോവുകയാണ്. ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഏതോ ഒരു വീടിന്റെ ഉള്ളിൽ ഒരു വിളക്ക് കാണുകയാണ്, ഒരു വെളിച്ചം കാണുകയാണ്. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മതിൽ ചാടിയ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ട് ആ വീടിന്റെ ഉള്ളിലൂടെ രഹസ്യ
രഹസ്യമായി നോക്കുകയാണ്. രഹസ്യമായി നോക്കുമ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് കാണുന്ന സംഭവം എന്താ? ഒരു വൃദ്ധനായ സഹോദരൻ, ഒരു വൃദ്ധനായ വ്യക്തി, അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി കൂടിയിരുന്ന് മദ്യപിക്കുന്ന സംഭവമാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ കതക് തട്ടുകയാണ്. ഉടനെ തുറക്കുകയാ. തന്റെ പ്രജകളോടൊപ്പം എത്തിയ ഉമറുൽ ഫാറൂഖ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ്. കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ മഹാനായ ഉമറുൽ ഫാറൂഖിന്റെ മുന്നിൽ ആ മനുഷ്യൻ വിലപിക്കുകയാണ്. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തത് ഞാൻ ഈ ദുഷിച്ച പ്രവൃത്തി ചെയ്തതിന്റെ പേരിലല്ലയോ, ഞാൻ മദ്യപിച്ചതിന്റെ പേരിലാണ്. അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തതെങ്കിൽ ഞാൻ ഒരു ഒറ്റ കുറ്റം മാത്രമാണ് ചെയ്തത്, നിങ്ങളോ 3 തെറ്റുകളാണ് ചെയ്തത്. നോക്കിയിട്ട് പറയാണ്, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ, ഞാൻ മദ്യപിച്ചു, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്തത് 3 തെറ്റാണ്. ഒന്ന്, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. അവരെന്റെ വീട്ടിലേക്ക് കയറുമ്പോ, മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോ അവർക്ക് സലാം ചൊല്ലാതെ നിങ്ങൾ ആ കോമ്പൗണ്ടിൽ പ്രവേശിക്കരുതേ. സലാം പറയാതെ പോകാൻ പാടില്ല. നിങ്ങൾ എന്റെ പുറയിലേക്ക് കയറി വന്നു, നിങ്ങൾ ഈ നാടിനെ അഭിമുഖീകരിക്കുന്ന പ്രതിനിധിയാണ്, ഈ നാടിന്റെ ചെങ്കോലും കിരീടവും പിടിക്കുന്ന ആളാണ്, ഈ നാടിന്റെ ഖലീഫയാണ്. നിങ്ങൾ എന്റെ മുറിയിലേക്ക്, എന്റെ വീട്ടിലേക്ക് നിങ്ങൾ കയറിയത് സലാം പറയാതെയാണ്. ഒന്നാമത് തെറ്റ്. മാറുന്നില്ലേ? പോയില്ലേ സംഭവം? രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ. ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ വീടിന്റെ പിന്നാമ്പുറത്ത് നിന്ന് വരുതേ, വീടിന്റെ നേർക്ക് നിന്ന് മുന്നിലൂടെ നടന്നു വരണമേ. അടുക്കളയുടെ ഭാഗത്ത് നിന്നല്ല വരേണ്ടത്, പിറകു ഭാഗത്ത് നിന്നല്ല വരേണ്ടത്. അത് കള്ളന്മാർ വരുന്ന ശൈലിയാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീടിന്റെ നേരായ വഴികളിലൂടെ കയറി വരണം, അതാണ് വേണ്ടത്. പക്ഷെ നിങ്ങൾ വന്നതോ മതിൽ ചാടിയിട്ട് പിന്നാലെ നിങ്ങൾ കടന്നു വന്നു. ഖുർആനിനെതിരാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. ഒരു മദ്യപിക്കുന്ന ആള് പറഞ്ഞ വാക്കുകളാണ്, ഹദീസിൽ വരുന്ന സംഭവമല്ലേ ഇത്. മൂന്നാമത്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നില്ലയോ, വലാ തജസ്സസൂ, ആരുടെയും രഹസ്യം അന്വേഷിക്കരുതേ, രഹസ്യം ചൂഴ്ന്നെടുക്കരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ 3 വാക്കുകൾക്കും നിങ്ങൾ എതിരാണ് ഖലീഫ ഉമറേ നിങ്ങൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്ത ഞാനാണോ കുറ്റക്കാരൻ? 3 തെറ്റ് ചെയ്ത നിങ്ങളാണോ കുറ്റക്കാരൻ? ഉമർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ഇതേ കരയാണ് സംഭവം. നാലിച്ചോക്ക്, ഒരു മദ്യപാനിയുടെ വാക്ക് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു കരയാന്ന് പറഞ്ഞാൽ എന്താ സംഭവം? എന്താ നമ്മൾ ചെയ്യുന്ന തെറ്റ് ശരിയാണോ ഇല്ലയോ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് തെറ്റാണോ ശരിയാണോ നമ്മളൊന്ന് വിലയിരുത്തണം ആദ്യം. ഞാൻ ഒരാളെ ഗവേഷണം ചെയ്യാൻ പോകുന്നു, ഞാൻ ഒരാളുടെ ന്യൂനത പിടിക്കാൻ പോകുമ്പോൾ ആദ്യം നീ ഓർക്കണം, അല്ലാ എന്നിൽ ന്യൂനത ഉണ്ടല്ലോ, ഞാൻ എത്രയോ രഹസ്യമായിട്ട് നിന്നെ വഞ്ചിച്ചിട്ട് എത്രയോ തെറ്റുകൾ ചെയ്യുന്നവനല്ല ഞാൻ എന്തിന് പിന്നെ അവന്റെ ന്യൂനത പിടിക്കാൻ പോണം? ഇല്ല അല്ലാ, ഞാനില്ല അല്ലാ. അതാണ് ഈമാൻ, അതല്ല ഈമാൻ. യേശുക്രിസ്തു പറഞ്ഞ പോലെ തെറ്റ് ചെയ്യാത്തവൻ എറിയുള്ളൂ. ഇങ്ങോട്ടിരുന്നോ ഉസ്താദ്, അവിടെ പോയിരിക്കുന്ന ഇന്നലെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് പേടിച്ചെന്ന് പറഞ്ഞ വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കറാമത്ത് പറഞ്ഞതാണ് നമ്മള്, അല്ല ഉസ്താദിന്റെ കറാമത്ത് പറഞ്ഞാണ്ട് വാക്കുകൾ കൊണ്ട് സൂക്ഷിച്ചോണം ഉസ്താദ് സംസാരിക്കുന്നത്. എല്ലാവരും ഉസ്താദ് പറഞ്ഞാല് അത് റാഹത്തായി എന്നല്ല എൻ്റെ. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും പറയല്ലേ. ഞാൻ വിചാരിച്ചു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വേറെ ഉസ്താദായിരുന്നു, ആ ഉസ്താദ് ഇപ്പൊ അങ്ങോട്ട് മാറിയ ബേക്കല ഭാഗത്തേക്ക് അവിടത്തേക്ക് മാറി. ഉസ്താദ് ഇപ്പൊ പുതിയ ആളാണ്. അല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെ ഞാൻ തമാശക്ക് പറഞ്ഞാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ പറയുമല്ലോ. എന്തൊക്കെ പറഞ്ഞാൽ നല്ലൊരു പക്ഷേ ലേറ്റായി പോയെന്താവും, ഞാനൊരു തമാശക്ക് പറഞ്ഞതാണ്. അല്ല ഉസ്താദിന് വിഷമമുണ്ടോന്ന് അറിയില്ല, അതൊന്നുമില്ല.
അപ്പൊ അൽഹംദുലില്ലാ, അപ്പൊ ആലിമീങ്ങളുടെ ഒക്കെ വാക്ക് എപ്പോഴും കബൂലിയത്തുണ്ടെന്ന് അതുകൂടെ മനസ്സിലാക്കണം. ഉസ്താദന്മാരിൽ എപ്പോഴും ഖുർആൻ ഓതുന്നവരും പിന്നെ വാള് പറയുന്നവരും നസിഹത്ത് ചെയ്യുന്നവരും ഇബാദത്ത് ചെയ്യുന്നവരും ദിക്ർ ചെയ്യുന്നവരൊക്കെ അല്ല. അതുകൊണ്ടൊക്കെ നമ്മൾ ഈ മഹാന്മാരൊക്കെ വിളിച്ചിട്ട് നമ്മൾ ദുആ അർപ്പിക്കുന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് അവരുടെയൊക്കെ വാക്കുകൾക്ക് എപ്പോഴും ഒരു അസറുണ്ടാവും, എപ്പോഴും ഒരു അസറുണ്ടാവും. അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കുക എല്ലാവരും. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരുടെയും ഐബ് വെളിപ്പെടുത്തപ്പല്ല. ഉമർ റളിയല്ലാഹു തആല കരഞ്ഞുപോയി, സഹോദരാ എന്നോട് പൊറുക്കണം, ഒരു മദ്യപാനിയോട് ദുആ അർപ്പിക്കാൻ എന്നോട് പൊറുക്കണം, മാപ്പ് തരണം, എനിക്ക് നിങ്ങൾ മാപ്പ് തരണം, ഇല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും വലിയ കുറ്റക്കാരനായി തീരും, എനിക്ക് മാപ്പ് നൽകണം. ഒരു നാടിന്റെ പ്രതിനിധി, ഒരു ഖലീഫയാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹമാണ് ഈ മദ്യപാനിയുടെ മുന്നിൽ ചോദിക്കുന്നത് എനിക്ക് പൊരുത്തം തരണമെന്ന്. നമ്മളെ അപേക്ഷിച്ചിടത്തോളം ആരെങ്കിലും ചോദിക്കോ? ഒരാളുടെ എത്ര ഐബുകൾ വെളിപ്പെടുത്തും, എത്ര ഐബുകൾ ഒരാളെ വെളിപ്പെടുത്തും, രഹസ്യങ്ങൾ ചോർത്തിയെടുക്കും. ആ രഹസ്യങ്ങൾ ചോർത്തിയെടുത്താൽ പൊരുത്തമില്ലാതെ മരണപ്പെട്ടു പോയാൽ നാളെ ആഖിറത്തിൽ ഇവന്റെ നന്മ അല്ലാഹു അവനെടുത്ത് കൊടുക്കൂലേ? ഒരാൾക്കെതിരെ ഗീബത്തോ നമീമത്തോ ഏഷണിയോ ദൂഷണമോ പറയാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഒരാളുടെ ഐബ് നമ്മുടെ മൊബൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യരുത്. അതാണ് നന്മ, സോഷ്യൽ മീഡിയയിലെ നന്മ. ഈ ഷെയർ ചെയ്താൽ അത് ആ സോഷ്യൽ മീഡിയയിലെ തിന്മ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഒരാൾക്ക് പറയാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹൽ തദ്റൂന മൻ ശിറാറുൻ നാസ്, ജനങ്ങളിൽ നികൃഷ്ടരാരെന്ന് നിങ്ങൾക്കറിയുവോ സ്വഹാബാ? ജനങ്ങൾ നിന്ദ്യരാരെന്ന് നിങ്ങൾക്കറിയുവോ സ്വഹാബത്തെ? അള്ളാന്റെ റസൂല്, അള്ളാന്റെ പ്രവാചകനായ ഹബീബായ തങ്ങളെ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്. ഹലോ അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹു റസൂലുമല്ലാതെ ഞങ്ങൾക്കറിയില്ല ഹബീബേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട സഹാബാക്കൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ദുൽ വജ്ഹൈൻ ഔ ദു ലിസാനൈൻ, രണ്ട് മുഖമുള്ളവരാണ് അല്ലെങ്കിൽ രണ്ട് നാവുകളുള്ളവരാ. ഹബീബാ റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക് കാര്യം മനസ്സിലായില്ല. ആരാ മോശക്കാരൻ? ജനങ്ങളിൽ മോശം ആരാ? ഏറ്റവും നികൃഷ്ടനാരാണ്? വൃത്തികെട്ടവനാരാണ്? രണ്ട് മുഖമുള്ളവനാ, രണ്ട് നാവുള്ളവനാണ് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലാക്കി കൊടുക്കുകയാണ് സഹാബാക്കൾക്ക്. യഅതി ബിഹൗലാഇ ബിവജ്ഹിൻ വയഅതി ബിഹൗലാഇ ബിവജ്ഹിൻ, ഒരാളുടെ ഭാഗത്ത് ഒരു മുഖത്തോടുകൂടി പോകും, അതേ വ്യക്തി തന്നെ മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു മുഖ സാദൃശ്യമുള്ളവനായി മാറും. മനസ്സിലായില്ലേ? നമ്മുടെ കാര്യം തന്നെ ഉസ്താദിനോട് വന്ന് പറയും, ലത്തീഫ്ച്ചാക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പറയും, ലത്തീഫ്ച്ചാക്ക് എതിരായിട്ട് ഉസ്താദിനോട് പറയും. ഉസ്താദിന്റെ കുറ്റം ലത്തീഫ്ച്ചടുത്ത് പോയി പറയും. ഒരേ ഒരാള്, ഉദാഹരണം പറഞ്ഞാണ്, ഉദാഹരണം അങ്ങനെ പറയുന്നില്ല, ഉദാഹരണം പറയാണ്. പള്ളിയിലെ പ്രസിഡന്റിനോട് പോയിട്ട് ഉസ്താദിനെ കുറ്റം പറയും. നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഇമാമ് വളരെ മോശമായിട്ടാണല്ലോ പറയുന്നത്. നല്ല മനുഷ്യനായിരിക്കും, ഉസ്താദിനൊക്കെ എപ്പോഴും അത് രാവിലെ കട്ടൻ ചായക്കോ ചേർന്നിരുന്ന് കുടിക്കും, ബിസ്ക്കറ്റൊക്കെ തിന്നുന്ന മനുഷ്യനാണ്. എന്നിട്ട് പോയിട്ട് ഫിത്തിന പറഞ്ഞു കൊടുക്കും. ലത്തീഫ്ച്ചാടെ ഇവിടെ വന്ന് തിന്നിട്ട് ഇവിടെ വന്നിട്ട് പറയും, ഉസ്താദ് നിങ്ങളെ കുറിച്ച് ലത്തീഫ്ച്ച മോശമായിട്ട് പറയുന്ന, അടുത്ത മാസം നിങ്ങളെ മാറ്റുമെന്നാ തോന്നുന്നത്, സംഭവം കണ്ടിട്ട് അങ്ങനെയാണ്, നിങ്ങളെ എവിടുന്ന് വണ്ടി വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചിരുന്നു. ഇത് രണ്ടുപേരും ഇതൊന്നും അറിയുന്നില്ല സംഭവം. എന്നാ ഒരാളാണ് പ്രചരിപ്പിക്കുന്നത്. എങ്ങനെ? മീഡിയകളിലൂടെ ഇങ്ങനെയാണല്ലോ ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ വേണമെങ്കിലും എന്തും ചെയ്യിക്കാം. വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന മനുഷ്യനെ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിപ്പിക്കുന്നതായിട്ടാക്കും. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവനായിട്ട് മീഡിയക്കകത്താക്കി കൊടുക്കും. ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ ചേർത്ത് വെച്ചു കൊടുക്കും. എന്നിട്ട് നിസ്കരിക്കാനും വരും, നോമ്പ് കുടിക്കാനും വരും, ഇബാദത്തെടുക്കാനും വരും. അപ്പൊ ഇവിടെ വരുമ്പോ ഒരു മുഖം, അവിടെ മീഡിയക്കകത്ത് കയറുമ്പോൾ മറ്റൊരു മുഖം. അപ്പൊ ആരാ ഇവൻ? ഇവൻ ജനങ്ങളിൽ ദുഷിച്ചവനാണ്, നികൃഷ്ടനാണ് നബിയുനാ റസൂലുള്ളാഹി.
ഇവനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ? വൻ കാന ദാ ലിസാനൈൻ ഫഇന്നല്ലാഹ യജഅലു ലഹു ലിസാനൈൻ മിൻ നാർ. ആരെങ്കിലും ദുനിയാവിൽ രണ്ട് നാവോടുകൂടി സഞ്ചരിച്ചാൽ, രണ്ട് മുഖഭാവത്തോടുകൂടി സഞ്ചരിച്ചാൽ, നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ തീയാലുള്ള രണ്ട് നാവ് ഇവന് നൽകുമത്രേ. നരകത്തിന്റെ രണ്ട് നാവ്, നരകത്തിന്റെ രണ്ട് നാവ് അല്ലാഹു തആല ഇവന് നൽകും. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഒരാളുടെ ഐബ് നമ്മൾ മറ്റുള്ള മുന്നിൽ വെളിപ്പെടുത്താൻ പാടില്ല. അല്ലാഹു നമ്മളെ നാണം കെടുത്തി കളയും. ഇതിങ്ങനെ ചുറ്റിത്തിരില്ല, നമീമത്തി എന്ന് പറയും. ഇതിങ്ങനെ വെറുതെ ഇവന്റെ കാര്യം അവിടെ പറയുക, അവന്റെ കാര്യം ഇവിടെ പറയുക, വെറുതെ വാട്സപ്പ് എടുത്ത് ഗ്രൂപ്പ് ഇട്ട് ചുമ്മാ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ആവശ്യമില്ല, നമ്മുടെ സമയം വേസ്റ്റാണ്. ലാ തുളയ്യൂ ഔഖാതകും ഫഇന്നൽ വഖ്ത ദഹബുൻ വലാ തുളയ്യൂഹാ. സമയം നിങ്ങൾ വേസ്റ്റാക്കല്ലേ, അത് സ്വർണ്ണാണ്. സമയം അമൂല്യ നിധിയാണ്, അമൂല്യ സമ്പത്താണ്. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ആവശ്യമില്ലാത്ത കടിപിടിക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവാക്കാൻ പാടില്ല. നന്മകൾക്ക് വേണ്ടി നിങ്ങൾ ആ സമയം ചെലവാക്കുക. ഇതൊക്കെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഇതിന് ചോദ്യമുണ്ടാകും. നിങ്ങൾ ആവശ്യമില്ലാത്ത ചർച്ചയ്ക്ക് വേണ്ടി, തർക്കങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ച നാളെ ആഖിറത്തിൽ അതിന്റെ നഷ്ടമുണ്ടാകും. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബളിൽ ജന്ന. സ്വർഗത്തിന്റെ കൊട്ടാരം കൊണ്ട്, സ്വർഗത്തിന്റെ പൂമുഖത്ത് ഞാൻ ഇതാ ഒരു ഭവനം കൊണ്ട് ഞാൻ വാഗ്ദാനം ചെയ്യുകയാ. ഏ ഉമ്മത്തികളെ, നിങ്ങൾക്ക് സ്വർഗലോകത്തൊരു കൊട്ടാരം വേണമോ? ആ കൊട്ടാരം നിങ്ങൾക്ക് നൽകാമെന്ന് ഞാൻ ഇതാ ഉറപ്പ് നൽകുകയാണ്. ഫീ റബളിൽ ജന്ന. അത് സ്വർഗത്തിന്റെ പൂമുഖത്താണ്, സ്വർഗത്തിന്റെ പൂമുഖത്താണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ, ആർക്കാണ് ഹബീബേ ഈ സ്വർഗത്തിന്റെ കൊട്ടാരവുമായി അങ്ങ് സാക്ഷ്യം വഹിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിഖാ. സത്യമാണ് നീ പറയുന്നതെങ്കിൽ പോലും തർക്ക വിതർക്കങ്ങൾ ഒഴിവാക്കണമേ, തർക്കങ്ങൾ ഒഴിവാക്കണമേ. തർക്കങ്ങൾ ഒഴിവാക്കുന്ന വ്യക്തിക്ക് ഞാനിതാ സ്വർഗം കൊണ്ട് സാക്ഷ്യം വഹിക്കുകയാ. ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. തർക്കം ഒഴിവാക്കുന്നവർക്ക് എന്തിനാ തർക്കിക്കുന്നത്? എന്തിനാ തർക്കിക്കുന്നത്? ആരാ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുന്നത് നമുക്കറിയില്ലല്ലോ. വെറുതെ നമ്മൾ മീഡിയയിലൂടെ ആവശ്യമില്ലാത്ത തർക്കം. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെ, മറ്റൊന്നാണ്. ഇപ്പൊ അബൂബക്കർ ഖാസിമിനെ കുറിച്ച് മോശമായിട്ട് പറയാം. ചുമ്മാ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് കുറ്റം പറയും. സുന്നത്ത് ജമാഅത്തിനെതിരായ ആളാണ്, മറ്റേ ആളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അഹലുകാരനാണ്. ഇല്ല, ഞാൻ 6-7 വർഷമായിട്ട് പോയി കാസർഗോഡ് ഞാൻ ഈ ഭാഗങ്ങളെല്ലാം പ്രസംഗിക്കുന്നു. എല്ലാവരും എന്നെ വിളിച്ച്, ഉസ്താദ് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ, അതുണ്ടല്ലോ, ഇതല്ല. ഇതിനൊന്നും മറുപടി പറയണ ഈ പാവപ്പെട്ടവൻ പോവില്ല. എത്ര നമ്മളെ ചൊടിപ്പിച്ചാലും ഇഷ്ടമുള്ളവൻ വിളിക്കട്ടെ, ഇഷ്ടമില്ലാത്തവൻ വിളിക്കണ്ട. ഞാൻ സുന്നത്ത് ജമാഅത്തുകാരനാ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. സുന്നത്ത് ജമാഅത്തുകാരനല്ലെങ്കിൽ വാങ്ങുന്നതിന് വിളിക്കണ്ട. ഖലാസ്, തീർന്നല്ലോ സംഭവം, പ്രശ്നം തീർന്നില്ലേ? 2 ദിവസം റെസ്റ്റ് എടുക്കാം പുരയിലിരുന്നിട്ട് റാഹത്തായിട്ട്. അള്ളാഹ് എവിടെല്ലാം ദീൻ പറയാൻ പോകണം തീരുമാനിച്ചാൽ അവിടെ എല്ലാം പോയേ പറ്റുള്ളൂ. അത് അള്ളാന്റെ തർത്തീബാണ്. അതിന് ആര് തടഞ്ഞാലും അത് തടയാൻ പറ്റൂല. സംഭവം ആര് വേണം തടയാൻ പറ്റില്ല. വലിയ വലിയ മഹാന്മാര്, മശായിഖന്മാര്, സ്വാലിഹീങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ അഹലുകാരല്ല എന്ന് പറയുന്നു. പിന്നെ ഈ പാവം പിടിച്ച ഈ സാധുവായ സീറോ ആയ എന്നെ കുറിച്ച് പറയുന്നില്ല. എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഏറ്റവും വലിയ ബലഹീനൻ, ഒന്നുമില്ലാത്തവൻ, വിവരമില്ലാത്തവൻ. നിങ്ങളുടെ മുന്നിലൊക്കെ വന്ന് ഇൽമു പറയാൻ തൗഫീഖ് കിട്ടിയതിന് അള്ളാഹുവിൽ ഞാൻ അൽഫ് ശുക്ർ, അള്ളാഹ്ക്ക് ഞാൻ കോടിക്കണക്കിന് ശുക്ർ ഞാൻ അള്ളാഹുവിന് ഞാൻ നൽകുകയാണ്, പറയുകയാണ് പടച്ചവൻ. കാരണം എനിക്ക് ഈ സാധുവായ, എനിക്ക് വിവരമില്ലാത്ത എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇൽമു പറയാൻ പറ്റിയില്ലേ? ഇത്രയും ആളുകൾ എതിർത്തിട്ടും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു സോഷ്യൽ മീഡിയയെ കുറിച്ച് വന്നതുകൊണ്ട് പറഞ്ഞില്ല, ഞാൻ ഇത് പറയൂല. സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ എപ്പോഴും ചുമ്മാ ചർച്ച, വെറുതെ ആവശ്യമില്ലാത്ത ആൾ അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. എന്ത് പറഞ്ഞു, എന്ത് കാണിച്ചു, എന്ത് ചെയ്തു എന്ന് അതിന്റെ നിജസ്ഥി മനസ്സിലാ. അവിടെയും കട്ട് ചെയ്യും, മാ ഖബലും മാ ബഅദും കട്ട് ചെയ്തിട്ട് നടുക്കുള്ളത് മാത്രം എടുത്തിട്ട് കൊടുക്കും.
സംഭവം മനസ്സിലായില്ലേ? ഇപ്പുറത്തും കട്ടി എന്നിട്ട് ഇതിൽ മാത്രം എടുത്തു കൊടുക്കും. അപ്പൊ ഈ പി ഉസ്താദ് ഇങ്ങനെയാ, ഈ പി അങ്ങനെയാ, ഈ പി ഇങ്ങനെയാ, അദ്ദേഹത്തെ അടുത്ത വർഷം വാതിലിന് വിളിക്കരുത്, നമ്മൾ വാതിലിന് വിളിക്കരുതപ്പാ, അയാൾ സുന്നത്ത് ജമാഅത്തിനെതിരായ ആളപ്പാ. അൽഹംദുലില്ലാ അപ്പാ, എപ്പെങ്കിലും മനസ്സിലായല്ലോ അപ്പാ, വിളിക്കല്ലേ അടുത്ത വർഷം. നല്ല കാര്യം. നമ്മളാരോടും പോയി ചോദിക്കാറില്ല അള്ളാഹുവെ നമ്മുടെ കാസർഗോട്ടുകാരെ വിളിക്കണമെന്നും കൊല്ലക്കാരെ വിളിക്കണമെന്നും കർണാടകക്കാരെ വിളിക്കണമെന്നും നമ്മൾ ദ്വാരക്കാരില്ല. അള്ള പറയുന്നു പോകുന്നു, ഖലാസ്. അള്ള പറയുന്നു പോകുന്നു. ഇത് അള്ള തരുന്ന പ്രത്യേകമായ കഴിവാണ്. അള്ള തരുന്ന കഴിവുകൊണ്ട് മാത്രമാണ് ശ്രമിക്കുന്നത്. അള്ള തരുന്ന കഴിവുകൊണ്ട് മാത്രമാണ് ഈ ആളുകളെ കിട്ടുന്നത്. ഇതൊക്കെ അള്ളാന്റെ തർത്തീബാണ്, അള്ളാന്റെ തീരുമാനമാണ്. അവൻ തീരുമാനിക്കുന്നു നീ പോകണ്ട, അവൻ തീരുമാനിക്കുന്നു പ്രശ്നിക്കണമെന്ന് യാഥാർത്ഥ്യമായിരിക്കും. അതുകൊണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാതെ മനസ്സിലാക്കാതെ വെറുതെ ആവശ്യമില്ലാതെ മീഡിയകളിലൂടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രചരിപ്പിക്കരുത്. അത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഉപദേശം. പക്ഷെ നിങ്ങളുടെ മൊബൈലിൽ ഇത് സംഭവം വന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് അൻസിബ ഹസൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമാ നടിയുണ്ട്. ഒരു സിനിമാ നടി അൻസിബ ഹസൻ അറിയായിരിക്കും അല്ലേ? ചെറുപ്പക്കാർക്കൊക്കെ അറിയായിരിക്കും. അൻസിബ ഹസൻ എന്ന് പറഞ്ഞൊരു സിനിമാ നടി, മുസ്ലിമാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും ഇല്ലേ? അറിയാവോ എന്ന് ചോദിച്ചാൽ അറിയാന്ന് പറഞ്ഞ സിനിമ ആണെന്ന് അത് മനസ്സിലാക്കി പോകും. അതുകൊണ്ട് ആരും മിണ്ടാത്തത്. എന്തായാലും പോട്ടെ, ഹൈർ. അല്ലെന്നും അതൊന്നും വലിയ കാര്യമില്ലപ്പാ. അതിനകത്ത് നമ്മളിപ്പോൾ എപ്പോഴും വാർത്തകളൊക്കെ നോക്കുന്നത് നമുക്കിപ്പോൾ ഓരോ വ്യക്തിയുടെ പേര് പറയുന്നതിന്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറേ ഭാവന ഷൂട്ടിങ് കഴിഞ്ഞ് പോയപ്പോൾ ഭാവനയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിൽ വന്നു. അത് നോക്കുമ്പോൾ ഇതൊക്കെ വാർത്തയല്ല. ഇത് വാർത്ത മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് അടുത്ത് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇന്നത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രസംഗിക്കാൻ ഇതൊക്കെ നോക്കുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട, അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ അൻസിബ ഹസൻ എതിരെ ഞാൻ ഈ കാസർഗോഡ് തന്നെ ഞാൻ എതിർത്ത് പ്രസംഗിച്ചു. ഞാൻ ബന്ദിയോട് വന്നപ്പോൾ ഞാൻ പ്രസംഗിച്ചു. നരകത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ടിട്ട്, ഇതേപോലെ മീഡിയയിൽ കണ്ടിട്ട് ഞാൻ അവളെ വിമർശിച്ചു പ്രസംഗിച്ചു. നരകത്തിനെ നിഷേധിക്കുന്നവളാണ്, നരകത്തെ എതിർക്കുന്നവളാണ്, ആ മുസ്ലിമായ ആ സിനിമാ നടി നരകത്തെ എതിർക്കുന്നവളാണ് എന്ന ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമായി പോയി. ആരാ പറഞ്ഞത് നരകത്തിൽ പിന്നെ സിനിമ നടിക്കുന്നവർ നരകത്തിൽ പോകുന്ന ആരാ പറഞ്ഞതെന്നൊക്കെ ഉള്ള ഒരു തലക്കെട്ടില് അങ്ങനെ ഒരു എഡിങ്ങിൽ ഒരു പോസ്റ്റ് വന്നപ്പോൾ എനിക്ക് വിഷമായി പോയി. ഞാൻ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ കണ്ട് വളരെ ശക്തമായി ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചു. ഞാൻ ഈ ബന്ദിയോട് അടുത്ത സമയത്ത് അടുക്കും ബന്ദിയോട് കഴിഞ്ഞ 5-6 മാസത്തിന് മുമ്പ് പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ വളരെ ഗൗരവത്തോട് പറഞ്ഞപ്പോൾ എന്തോ ഞാൻ അതിരുവിട്ട് അങ്ങോട്ട് പറഞ്ഞുപോയി. ഞാൻ പിന്നീട് അത് എൻ്റെ സുഹൃത്തുക്കൾ അത് കട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാനത് കേട്ടപ്പോഴാണ് കുറച്ചോനെ ഇത്രയ്ക്കും ഗൗരവത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞതെന്നറിയില്ല. നരകത്തെക്കുറിച്ച് അത്രയ്ക്ക് കട്ടിക്ക് പറഞ്ഞുപോയി. എന്തായാലും അവളുടെ മനസ്സിൽ അതൊരു മാറ്റം ഉണ്ടാക്കി. അവൾ എന്നെ വിളിച്ചു. കഴിഞ്ഞ ഡിസംബർ 31-ാം തീയതി എന്നെ വിളിച്ചു. അവളും വിളിച്ചു. അദ്ദേഹത്തെ അവളുടെ സഹോദരൻ എന്ന പേരിൽ ഒരാളെന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കാണ് സംഭവം, നിങ്ങൾ ഏതാടിസ്ഥാനത്തിൽ ഇങ്ങനെ സംസാരിച്ചത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ അവളും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല, റബ്ബിനാണ് സത്യം, ആണായിട്ട് പറയും, റബ്ബിനാണ് സത്യം, ഞാൻ അങ്ങനെ പറയാം. ഞാനൊരു ഖുർആൻ ഞാൻ പഠിച്ചവളാണ്, ഞാൻ ഖുർആൻ പഠിച്ചിട്ട് ഞാൻ അതിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയവളാണ്, ഞാൻ ആഖിറത്തെ പേടിക്കുന്നവളാണ്, മരണത്തെ പേടിക്കുന്നവളാണ്, നരകത്തെ ഭയപ്പെടുന്നവളാണ്, ഞാൻ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നവളാണ് എന്ന് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ മീഡിയയിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് നീ പൊരുത്തപ്പെട്ടവരെ, ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ ഞാനത് മാറ്റി പറഞ്ഞേക്കാം. ഞാൻ ഡിസംബർ 31-ാം തീയതി എനിക്ക് കോഴിക്കോടായിരുന്നു പ്രസംഗം. ഞാൻ അന്ന് അവിടെ പ്രസംഗിച്ചത്. പിന്നെ പല സ്ഥലങ്ങളിലും ഞാൻ പ്രസംഗിച്ചു. കാരണം നിരപരാധിത്വം നമ്മൾ പറഞ്ഞു, കാരണം നമ്മുടെ ഭാഗത്തു നിന്ന് വന്നുപോയ അപാകതയാണ്, നാളെ ആഖിറത്തിൽ നമ്മൾ പിടിച്ചു നിർത്തപ്പെടും. അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, ഞാൻ മാറ്റി പറയാം, എന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ്, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ സംസാരിക്കും. അതോടുകൂടി ഞാനൊരു തീരുമാനം എടുത്തു, ഈ മീഡിയയിൽ കാണുന്നത് നമ്മൾ ഇനി പറയാൻ പാടില്ല, പ്രസംഗിക്കാൻ പാടില്ല. ചിലപ്പോൾ ആവശ്യമില്ലാത്തതായിരിക്കും. എന്റെ എതിരാളികൾ എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യും, അതെടുത്ത് വെച്ചിട്ട് ഒന്നും അറിയാതെ സംസാരിക്കും. അങ്ങനെ സംസാരിക്കും. നമ്മുടെ ഉസ്താദന്മാര് പണ്ഡിതന്മാരടക്കം അബൂബക്കർ മുസ്ലിയാർ ആരാണെന്ന് എന്നെ പോലും അറിയാത്ത ആളുകൾ എനിക്കെതിരെ ധാരാളം പ്രഭാഷണങ്ങളും ധാരാളം മെസ്സേജുകളും ഇടുന്നു. എന്നെ ഇന്നുവരെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. പിന്നെ എന്റെ രഹസ്യങ്ങൾ അദ്ദേഹത്തിന് എങ്ങനെ അറിയാം, എന്റെ ആദർശങ്ങൾ അദ്ദേഹത്തിന് എങ്ങനെ അറിയാം? ഉദാഹരണം പറയാൻ, അപ്പൊ എന്റെ പച്ച ഇറച്ചി തിന്നുമ്പോൾ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ അദ്ദേഹം എന്നോട് പൊരുത്തം ചോദിക്കാതെ അള്ളാഹ് അങ്ങനെ പൊരുത്തപ്പെട്ടു കൊടുക്കും. അതുകൊണ്ട് നമ്മൾ ഉലമാക്കളെന്നല്ല, ഒരു വ്യക്തികളെ കുറിച്ചും നമ്മൾ പരാമർശിക്കരുത്, സൂക്ഷിക്കണം. മീഡിയകൾ പ്രത്യേകമായി സൂക്ഷിക്കണം. നിങ്ങൾക്ക് പല ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ ഒരാളെ, ഏത് ഗ്രൂപ്പിലെ ആലിമികളെ ആയാലും കരിവാരി തേച്ച് കൊണ്ടുവരുന്ന മെസ്സേജുകൾ നിങ്ങൾ ഫോർവേഡ് ചെയ്യരുത്, ഡിലീറ്റ് ആക്കി കളയണം. അത് ഞാൻ പറയുന്ന വാക്കാണ്, നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. അത് ഏത് ഗ്രൂപ്പിലെ ആലിമാകട്ടെ, ഏത് ഗ്രൂപ്പിലെ സഹോദരങ്ങളാകട്ടെ, ഒരു വ്യക്തിഹത്യ നടത്താനുള്ള ഒരു തീരുമാനമാണ് നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയകളുടെ പ്രയോജനമെങ്കിൽ, പ്രവർത്തനമെങ്കിൽ, അതിനുവേണ്ടിയാണ് നിങ്ങൾ സമയം മെനക്കെടുന്നതെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഒരു വ്യക്തി ആരാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണ്, ഇത് നമുക്കറിയുകയില്ല.